ടാറ്റാ പോയി കണ്ടോ സലാല വിശേഷങ്ങളായിട്ട് വരാട്ടാ. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഗേറ്റിൽ പോയിരിക്കാൻ പോവാണ്. ഒരു എക്സൈറ്റ്മെന്റ് കൂടി വരുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ് പൊന്നു ജോബ്സ്. യെസ് അല്ല, ഞാനിത് കൊടുത്തിട്ട് ഇനി നമ്മുടെ ജേണി കാണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചേട്ടനെ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സലാലയിൽ എത്തിയിരിക്കുകയാണ്. നാട്ടിലല്ല, സലാലയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇനി മുതൽ നമുക്ക് സലാല വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ ഇവിടെ സലാലയിൽ എത്തിയ വിശേഷങ്ങൾ നിങ്ങൾ പോയി കണ്ടിട്ട് വായോ. അപ്പോഴേക്ക് ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. ചേട്ടായി ഞാൻ വന്നു. ഇനി എങ്ങനെയാ തകർക്കല്ലേ? നടക്കട്ടെ. ഓക്കെ, ലേറ്റ് ആയി. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഉച്ചയായി, 12 മണി ആവാറായി. അപ്പൊ ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വായോ. അപ്പൊ ഇത് വൈൻഡപ്പോ മൊത്തത്തിലാണ്. ലാൻഡ് ചെയ്യണത് വരെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് കാണാം. ടാറ്റാ പോയി കണ്ടോ സലാല വിശേഷങ്ങളായിട്ട് വരാട്ടാ. നല്ല വലിയ ക്യൂ ആണ്. ഐ ആം വെയിറ്റിംഗ്. പക്ഷെ കുഴപ്പമില്ല, 3 സ്ഥലത്തുള്ളത് കൊണ്ട് ഓക്കെ ആയിരിക്കും. വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞു, ടാറ്റ ബൈ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത്തിരി വലിയ ക്യൂ ആണ്. പക്ഷെ 3 സ്ഥലത്തുള്ള കാരണം കുഴപ്പമില്ല, പെട്ടെന്ന് എത്തിയിരിക്കും വിചാരിക്കാം. ഇനി ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ വന്നിട്ട് ഇത് കഴിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ഇനി മേലേക്ക് പോവുകയാണ്. ഇമിഗ്രേഷന് ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നമ്മൾ മേലെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ ബോർഡിങ്ങും ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. സോ എൻ്റെ ഗേറ്റ് വരുന്നത് 1 ആണ്, 01. അപ്പോൾ നമ്മൾ ഗേറ്റിൽ പോയിരിക്കാം. പോകുന്നവർക്ക് നല്ല കാഴ്ചകളും കടകളും ഒക്കെ ഉണ്ട്, കൊച്ചിയിലെ പോലെയൊക്കെ തന്നെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് നിന്ന് പോകുന്നത്. കൊച്ചിയിൽ പോയിട്ടുണ്ട്. നൈസ്. സോ നമുക്ക് ഗേറ്റ് തപ്പട്ടെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോഴത്തേ നമ്മൾ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ബോർഡിങ് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടായി പറയണ 3 മണിക്കൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല, ലേറ്റ് ആവുമായിരിക്കും എന്ന് അറിയില്ല, നോക്കാം. ഓക്കെ, ഇപ്പം 2 ബാഗ് ഉണ്ട് കയ്യിൽ ഗൈസ്. ഒരു ഹാൻഡ് ബാഗും ഒരു ചെറിയ ബാഗ്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടാണ്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പോയി ഫ്ലൈറ്റ് കയറി. ദെൻ സോറി കേട്ടോ. ദെൻ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എയർപോർട്ട് ആയതുകൊണ്ട് ഞാൻ ഇത്തിരി പതുക്കെ സംസാരിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിലേ ആയിപ്പോയി, അത് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ മൈക്ക് വെച്ച് സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തേനെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്തിരി പതുക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി കാണാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാണ്ടില്ലേ, അത് മാറ്റം. ഓക്കെ, ഇനി അങ്ങനെ പറയാൻ പറ്റണേ കൺക്ലൂഷൻ എത്തിക്കാനായിട്ട് എന്ന് പറയില്ല. ഇത് ഗേറ്റിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ വേറെ ആൾക്കാർക്ക് ഇങ്ങനെ കാണുള്ളൂ. അതുകൊണ്ടാണ് ഒരു മടി കാണിച്ചു തരാനായിട്ട്. എന്നാലും മാക്സിമം നോക്കാം കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോർഡിങ് കഴിഞ്ഞു. ഫസ്റ്റ് സോൺ സിയിലുള്ളവരെയാണ് വിളിച്ചത്, അതുകൊണ്ട് ഞാൻ സോൺ സി ആയിരുന്നു. അപ്പോൾ വേഗം തന്നെ വേഗം ഇറങ്ങാനായിട്ട് പറ്റി. ബോർഡിങ് ഭയങ്കര ലേറ്റ് ആയിരുന്നു, 15 മിനിറ്റ്സ് എന്തോ ഉള്ളൂ ഫ്ലൈറ്റിലേക്ക്. സോ പ്രാർത്ഥിക്കാം. യെസ്, ഫ്ലൈറ്റ് കാണാം. അല്ല, നമ്മുടെ കാണില്ല കേട്ടോ, എയർ അറേബ്യയുടെ കാണാം. ഞാൻ കാണിച്ചാൽ കണ്ടോ, എയർ അറേബ്യയുടെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വരുന്നത് സലാം എയറാണ്. അപ്പോൾ നമുക്കിവിടെ ക്യൂവിൽ പോയി നിൽക്കാം, എന്നിട്ട് നോക്കാം. 29C ആണ്, ഐ തിങ്ക് ഒരു മിഡിലൊക്കെ ആയിട്ട് വരും, നോക്കാം. അപ്പോൾ കയറട്ടെ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. പറയാൻ മനസ്സിലായി. താങ്ക് യു. ശരിക്കും നിങ്ങളും ഞാനും വീഡിയോ കാണാതെ അല്ല, ഞാൻ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ആൻഡ് യാ, ദിസ് ഈസ് അവർ ഫ്ലൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. സീറ്റ് നമ്പർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരുന്നത് 29C ആണ്. 23, 24, 25 വരെ എത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പോട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സീറ്റ് കണ്ടു പിടിച്ചു, സീറ്റിലിരിക്കുകയാണ്. ഇനി നമുക്ക് മസ്കറ്റിൽ പോവുകയാണ്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ വെച്ച് നിൽക്കുന്നില്ല. നമ്മൾ മസ്കറ്റിൽ നിന്ന് സലാലിക്കും പോകാനുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയുന്നത് വരെ കേൾക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, ബൈ. മസ്കറ്റിലാണ്. സീ യു സൂൺ. മസ്കറ്റ്.
This aircraft needs to exit are located at the rear of the cabin. Want to switch off all electronic devices. Mobile phone, laptop, or TV. Smoking or using electronic cigarettes. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ആയിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഓൾറെഡി. ബട്ട് ഇപ്പോൾ ബ്രോക്ക് കഴിഞ്ഞപ്പോൾ ഗുഡ് മോർണിംഗ് ആയ എഫക്റ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ 6:15. നമ്മുടെ നാട്ടിൽ ഐ തിങ്ക് 7:45 7:45 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതേ മസ്കറ്റിൽ തിരികെയാണ്. ഈ മസ്കറ്റിൽ നിന്ന് സലാലയ്ക്ക് അടുത്ത ഫ്ലൈറ്റ് ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസ്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. മസ്കറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഇവർ ചോദിച്ചായിരുന്നു കോക്പിറ്റിൽ കാണാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചു. അവർ സമ്മതിച്ചു. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ചോദിച്ചു. അപ്പോൾ നമ്മൾ പോയി കോക്പിറ്റ് കണ്ടു, പൈലറ്റിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ഇറ്റ് വാസ് നൈസ് ജേണി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തു. ഞാൻ സെൽഫി എടുത്തു. ഇവാവ അവിടെ കോക്പിറ്റിൽ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നമുക്കങ്ങനെ ഇത് പിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പെർമിഷനൊന്നും ഇല്ലാത്ത കാരണം പോസ്റ്റ് ചെയ്യില്ല. എങ്ങനെയുണ്ടായിടാ മസ്കറ്റിലേക്കുള്ള ജേണി പറയേ? അടിപൊളിയായിരുന്നു. ഇവർ ദുബായിലായിരുന്നു, മസ്കറ്റിൽ ഫസ്റ്റ് ടൈമാണ് അല്ലേ? യാ ഓക്കെ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പോകെ കാണാം. ഓക്കെ, ഇവരിവിടെ പോവും, ഞാൻ സലാലേക്ക്. ഞാനല്ല നമ്മൾ. ഓക്കെ, ടാറ്റ പറയേ. നമ്മൾ എമിഗ്രേഷനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗേറ്റിൽ പോയിരിക്കാൻ പോവാണ്. മസ്കറ്റ് എയർപോർട്ട് കൊള്ളാട്ടോ. വന്നിട്ടുള്ളൊരു കമൻറ്റ് വരും. പിന്നെ എനിക്കിത് വേറൊരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. അവർ ബാക്കിലുണ്ട്, ഒരുത്തിയും 3 പിള്ളേരും. അപ്പോൾ ബൈബിടിച്ച് കമ്പിലടിച്ച് പോവാം എന്ന് വിചാരിക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 9:30-ക്കാണ്. വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ബ്രെഡ് മീൻസ് ലൈറ്റിൻ്റെ ഒരു ഫ്രൂട്ട് കേക്ക്. ബ്രെഡല്ല കേട്ടോ, ഫ്രൂട്ട് കേക്ക് എന്ന പേര്. ബ്രെഡ് തന്നെ, ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഐറ്റംസ് ഇട്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ച് വെള്ളം കുടിച്ചിരിക്കാൻ. ബട്ട് വലിയ വിശപ്പില്ല. നൈറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നു. എന്താ കഴിക്കണേ? അതിവിടെ നമ്മുടെ അടുത്ത് വേറെ ഒരു ചേട്ടനുണ്ടായത് പുറത്താണ്. ഓക്കെ, കഴിച്ചോ. മസ്കറ്റ് എയർപോർട്ട് അടിപൊളിയാണ്. ഈ ഐറ്റം കൊള്ളാല്ലേ, ലൈക്ക് കുറേ സ്റ്റോണൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണേ? ഗൾഫിലേക്ക്. അവിടെ സലാലയ്ക്ക് ഇപ്പോഴത്തെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ബോർഡിങ് പോയിട്ട് കാണാം. പോകാൻ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താണ് നമ്മുടെ ഇതൊക്കെ കിട്ടി. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. മസ്കറ്റ് ടു സലാല. അപ്പോൾ സലാല എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം, ചേട്ടായിനെ കാണാം. നമുക്കിവിടുന്ന് 1.5 hour ട്രാവലാണുള്ളത്. അപ്പോൾ നമുക്ക് പോകാം. നമ്മളെല്ലാവർക്കും സീറ്റ് അടുത്തടുത്ത് കിട്ടി. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാട്ടോ. എനിക്കെന്തോ ഭയത്തിന് ഒരുമിച്ച് കിട്ടിയെന്ന് പറയണേ, ഇവർക്ക് എന്തോ കഷ്ടകാലത്ത് ഒരുമിച്ച് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറട്ടെ. അത് എക്കണോമി, നമ്മളത് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം കേട്ടോ ഗായ്സ്. അപ്പോൾ മസ്കറ്റ് ടു സലാല ഫ്ലൈറ്റ് പൊന്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിഡിലാണ് കിട്ടിയിരിക്കണത്. സോ എക്സൈറ്റഡ്. കണ്ടില്ലേ അവിടുത്തെ ഫ്ലൈറ്റ്. അപ്പോൾ സേഫ്ലി സലാലയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പുറത്തിറങ്ങണം. പ്ലാൻ ചെയ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടില്ല. പുറത്തിറങ്ങും, ചേട്ടാനെ കാണണം. സോ എക്സൈറ്റഡ്. നമ്മൾ സ്ഥലത്ത് കാണാൻ ഇതൊക്കെ നമ്മൾ ഇത്തിരി നാളാണെങ്കിലും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ.